നിന്നെ വളർത്താൻ എന്റെ അച്ഛൻ സമ്മതിച്ചാ മതിയായിരുന്നു. ഈ ചെറുക്കൻ ഏത് പട്ടിയിലാ കൊണ്ടുവരുന്നത്? ഇത് ഏത് പട്ടി? അച്ഛ ഇതിന് റോട്ടിൽ ആരാ ഉപേക്ഷിച്ച അതാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അമ്മക്ക് വളർത്തിക്കൂടെ അച്ഛാ? ഇതിന് വല്ല അസുഖം വന്നിട്ടായിരിക്കും അവൻ ഉപേക്ഷിച്ചത്. മനസ്സിലായോ? അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത മന്ദബുദ്ധിയായി പോയി. അച്ഛാ ഇതിനെ വളർത്താ അച്ഛാ ഇവിടെ. നീ മിണ്ടി പോലെ നീയാണ് ഇവന് വളം വെച്ചു കൊടുക്കുന്നത്. ഞാൻ ഒന്നും പറയുന്നില്ലേ. എന്തായാലും കൊണ്ടുവന്നല്ലേ, എന്തെങ്കിലും ആഹാരം കൊടുത്തിട്ട് മര്യാദക്ക് എവിടെ നിന്ന് എടുത്തോ അവിടെ തന്നെ തിരിച്ചു കൊണ്ടാക്കിക്കോ. ഞാൻ ഇപ്പൊ പോയിട്ട് വരെ. ചേട്ടാ ചേട്ടാ എന്തിനാ ഒരു കാര്യം കാണിച്ചത്? ഈ ചെറുക്ക എന്തായാലും നീ വിളിച്ചത്? ശാന്ത അങ്ങോട്ട് നോക്കിയാണ്. നിന്നെ കുളിപ്പിക്കാൻ ഷാമ്പു കൊണ്ടുവന്നേണ് ഞാൻ. നമുക്ക് കുളിക്കാൻ പോവാ. നിന്നെ ഇന്ന് കുളിപ്പിച്ച് കോതി കുട്ടപ്പനാക്കും ഞാൻ. നമുക്ക് സുന്ദരിയാവണ്ടേ. എന്തായാലും അടിപൊളിയായിട്ട് കുളിച്ച് സുന്ദരി കുട്ടിയായി ഇപ്പൊ. അച്ഛാ ഇപ്പൊ ഇതിനെ ഉപേക്ഷിക്കണം. ഇനി ഇവിടെ തന്നെ കിടക്കട്ടെ മോനെ. ഇപ്പൊ പിന്നെ നിങ്ങൾ ചിന്തിക്കുക ആദ്യം എന്താ അപ്പ ഇതിനെ കൊണ്ടുവന്നപ്പോ കിടക്കുറഞ്ഞെന്ന്. അതിനൊരു കാരണമുണ്ട്. ഞാൻ ഒരു 5 വർഷത്തിന് മുമ്പ് ഞാൻ ഇതുപോലത്തെ ഒരു പട്ടിക്കുട്ടീനെ ഇവിടെ കൊണ്ടുവന്നായിരുന്നു. എനിക്ക് അതിനെ നോക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ ഒരു പിഴവ് കാരണം അത് മരണപ്പെട്ടു. ഇനി ഞാൻ നോക്കി പിഴവല്ലോ സംഭവിച്ചാൽ മരിച്ചു പോകും അത്. അതുകൊണ്ടാണ് ഞാൻ ചൂടായത്. പിന്നെ ഇതിന് പേരിട്ട് കേട്ടാ ജൂലി എന്നാണ്. ഓച്ചാ ജൂലി മതി. ജൂലി ഫിക്സ്. നമ്മള് ജയിച്ച്. നീ എന്തായാലും അച്ഛനെ കയ്യിലെടുത്ത്. എനിക്ക് കളിക്കാൻ ഒരു കുട്ടിയാരെ കിട്ടിയേ.